ഗൈസ് നോക്കൂ, നമ്മുടെ അടുത്ത ദിവസം ഞങ്ങൾ അങ്ങനെ നേരെ ഒരു വൈദ്യരെ കാണിക്കാൻ വേണ്ടി പോവാണ്. ലിബിന്, അതായത് ലിബിന് കഫക്കെട്ടാണ്. കഫക്കെട്ടിൽ ഒരു വൈദ്യരെ കാണിക്കാൻ പോകുന്നത്. ഇവിടെയാണ് നമ്മുടെ വണ്ടി ഇട്ടിരുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചല്ലോ, ഇവിടെയാണ് നമ്മുടെ പാപ്പൻ്റെ വീട്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ നേരെ വണ്ടി എടുത്ത് ചങ്ങനാശ്ശേരി ടൗണിലേക്ക് പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് വരുന്ന വഴിക്ക് ഞങ്ങൾ ബോട്ടിൽ കയറും. അതാണ് ഞങ്ങളുടെ പരിപാടി. അവിടെ വണ്ടി ഇട്ടിട്ട് വന്നിട്ട് ബോട്ടിൽ കയറും, എന്നിട്ട് വീണ്ടും വണ്ടി എടുക്കാൻ വേണ്ടി പോകും. അതാണ് ഞങ്ങളുടെ പരിപാടി ഗൈസ്. ഫൈനലി സ്റ്റാർട്ടായി. ഇനി ഇച്ചിരി ലോങ് അടി അടിച്ചല്ലോ. എന്നോ ഓണായി കിടന്നെന്ന് അറിയത്തില്ല. നോക്കട്ടെ, ശ്രദ്ധിക്കണേ. ചേട്ടാ പോക്കോട്ടെ, വന്നിട്ട് കാണാം. യാ ടാറ്റാ, താങ്ക് യു. ഗൈസ് നോക്കൂ, നമ്മുടെ ഈ ഒരു ഭൂമിയുടെ ഉടമയാണ് പുള്ളി. അപ്പം പുള്ളിയായിട്ടൊന്ന് അല്പനേരം ഞങ്ങൾ സംസാരിച്ചു. സംസാരം കഴിഞ്ഞു. ഇനി ഞങ്ങൾ നേരെ പോവുകയാണ് ഫ്രണ്ടിലേക്ക്. ചില സമയം താമസിച്ചു. 12 സംതിങ്ങിന് അവിടുന്ന് ബോട്ട് എടുക്കും. അതിൻ്റെ മുമ്പേ വൈദ്യനെ കണ്ടിട്ട് വേണം ഞങ്ങൾക്ക് വരാൻ വേണ്ടി. ഗൈസ് നോക്കൂ, ഫൈനലി ഞങ്ങൾ തൊട്ട് ഫ്രണ്ടിൽ കൂടെ നേരെ മുന്നിലേക്ക് സഞ്ചരിക്കുകയാണ്. ഇവിടുന്ന് അങ്ങ് വെട്ടിത്തുരുത്ത് കഴിഞ്ഞാൽ പിന്നെ ബോട്ട് ഇട്ടിട്ട് അവിടെ എത്തുന്നോളം വരെ ഇച്ചിരി റോഡ് കൺജസ്റ്റഡ് ആണ്. മോശമല്ല, നല്ല റോഡാണ്. കൺജസ്റ്റഡ് ആണെന്നേ ഉള്ളൂ, ചെറുതാണോ. പിന്നെ അങ്ങോട്ട് ഫുള്ള് നല്ല റോഡാണ്. അതെ ഗൈസ് നോക്കൂ, ഫൈനലി നമ്മൾ അങ്ങനെ ഒരു ചെറിയ പാലം കയറുവാണ്. ഈ പാലം കയറി അങ്ങ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതിപ്പോ ജീപ്പ് പൊങ്ങുന്നു, നമ്മുടെ ഫ്രണ്ടിൽ അല്ലേ. ഇതങ്ങ് പൊങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാണാൻ വേണ്ടി പോകുന്ന ചങ്ങനാശ്ശേരി ചന്തയുടെയും ചങ്ങനാശ്ശേരിയുടെ ബോട്ടിയട്ടിയുടെയും ഭാഗങ്ങളാണ് ഈ സൈഡിൽ കാണുന്നത്. എന്തൊരു രസമെന്നറിയാം അത് കാണാൻ. അതൊരു ഒന്നൊന്നര കാഴ്ചയാണ്. അതവിടെ ആലപ്പുഴ ചങ്ങനാശ്ശേരി കനാലിന്റെ ബോട്ടിയട്ടി. യെസ് ഗൈസ്, ആലപ്പുഴ ചങ്ങനാശ്ശേരി കനാലിന്റെ കാലത്ത് ഏറ്റവും കൂടുതൽ ചരക്ക് ഗതാഗതം നടന്നുകൊണ്ടിരുന്ന സ്ഥലമാണ് ഇതാണ്. അഞ്ചുവിളക്കിന്റെ നാടെന്നാണ് ശരിക്കും ചങ്ങനാശ്ശേരി അറിയപ്പെടുന്ന അഞ്ചുവിളക്കിന്റെ നാടെന്നല്ലേ. യെസ്, അതായത് ഇത് മില്ല കേട്ടോ, അതൊക്കെ പൂട്ടിപ്പോയി. ദൈവമേ, അതൊക്കെ പഴയ മില്ല. ഞാൻ വരുന്ന വഴിക്ക് കാണിച്ചു തരാം. അരി കുത്തുന്ന മില്ലുകൾ ഇവിടെയാണ്. നമുക്ക് വന്ന് ബോട്ട് കയറണം. ഒരു ബോട്ട് ഉണ്ടാവും. 1 മണിക്കൂറുണ്ട് നമുക്ക് സമയം. ആ 1 മണിക്കൂറിനുള്ളിൽ വേണം വന്ന് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ. അല്ലാത്ത പക്ഷം നമുക്ക് ആദ്യം ബോട്ടൊക്കെ കയറി തിരിച്ചു വന്നിട്ട് മരുന്ന് പഠിക്കാൻ വന്നാ പോരെ. ഇല്ല, 1 മണിക്കൂറുണ്ട്. പാപ്പാ എത്ര മണിക്കാ എടുക്കുക? ഇതാ കിടക്കുന്നു ബോട്ട്. അത് ആള് കയറി ഇരിക്കുന്നു പാപ്പാ. ഉറപ്പാന്ന് 1/2 മണിക്കൂർ നമുക്ക് മരുന്ന് മേടിച്ച് വരാൻ പറ്റില്ലേ? എന്നാ വാ, ഇവിടെ അങ്ങോട്ട് വിടാം. എന്നിട്ട് വേണം പാപ്പന്റെ സ്കൂട്ടി എടുത്തോണ്ട് ഇങ്ങോട്ട് വേണ്ടി വീണ്ടും വണ്ടി എടുക്കാൻ വരാം. നേരെ ഫ്രണ്ടിലേക്ക് പോയിട്ട് ബോട്ട് ഇവിടുന്ന് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സ്ഥലത്ത് നിന്ന് ഇവിടുന്ന് പിടിക്കാം. ഇല്ല, പറ്റൂല. എല്ലാം ഉള്ളേരിയിലേക്ക് വണ്ടി ഓടി എത്തിയല്ലോ. അപ്പത്തേക്കും ബോട്ട് എത്തത്തില്ലേ. നമുക്ക് ഇവിടെ ഇങ്ങനെ കയറാട്ടോ. ചങ്ങനാശ്ശേരി മാർക്കറ്റിന്റെ ഒരു ഭാഗങ്ങളാണ്. രാവിലെ ഒന്നും നമുക്കില്ല വണ്ടി ഓടിച്ച് പോകാനൊന്നും പറ്റത്തില്ല കേട്ടോ, അത്രയ്ക്കും തിരക്കായിരിക്കും. ഇപ്പൊ ഇച്ചിരി തിരക്ക് കുറഞ്ഞാക്കുന്നതാണ്. ഇവിടുന്ന് പിന്നെ നമുക്ക് എങ്ങോട്ട് പോകണ്ട പാപ്പ? യെസ് ഗൈസ് നോക്കൂ, നമ്മൾ ഫൈനലി ഇങ്ങോട്ട് തിരിയുവാണ്. നമുക്ക് ഈ റൂട്ടിൽ കൂടെ ആട്ടോ പോകണ്ടേ. ഫുള്ള് പച്ചക്കറി, അത് ഇത്. ചങ്ങനാശ്ശേരി മാർക്കറ്റിൽ ഇല്ലാത്ത സാധനങ്ങള് ഈ ലോകത്ത് എവിടെയും കിട്ടത്തില്ല അല്ലടാ. ഏറ്റവും കൂടുതൽ കാർഷികമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ചങ്ങനാശ്ശേരി മാർക്കറ്റിന്റെ ഉള്ളിൽ കിട്ടും. ആന പകുത്ത് വെച്ചാൽ അത് തീരും. അതായത് കച്ചവടം അത്ര നടക്കുന്നല്ലോ ബാബു. വേറുള്ള മാർക്കറ്റാണ് ചങ്ങനാശ്ശേരി മാർക്കറ്റ് ഇപ്പോഴും. ഇപ്പൊ ഇച്ചിരി കുറഞ്ഞു. നേരത്തെ കാര്യം ഞാൻ പറഞ്ഞു. അതിൻ്റെതായിട്ടുള്ള വഴികളും റോഡുകളും ഒക്കെ. അപ്പൊ അതിന്റെ പടിഞ്ഞാട്ടെല്ലാം മുഴുവൻ വള്ളവും വണ്ടിയില്ല ജലത്തില്ലേ. അതൊന്നും പടിഞ്ഞാട്ടൊന്നും വണ്ടിയില്ലല്ലോ, മുഴുവൻ വള്ളത്തല്ലേ ഇവിടുന്ന് കയറി പോകുന്നത് ചരക്കുകളെല്ലാം. ഈ കാണുന്ന ഇവിടെ ഞങ്ങൾ വണ്ടി ഒതുക്കി കേട്ടോ. ഞങ്ങൾ നേരെ ഇവിടെ ഒരു വൈദ്യശാലയുണ്ട്, അവിടെ പോയി വൈദ്യപരമായിട്ടുള്ള ചികിത്സയുടെ സംഭവം കാണിക്കട്ടെ. കാണാട്ടാ. ഗൈസ് നോക്കൂ, എന്തായാലും കാണിച്ചിട്ട് വരാം. ഇത് അവന് ഇംഗ്ലീഷ് ഒന്നും ചെയ്തിട്ട് വലിയ ഗുണമൊന്നുമില്ല. അങ്ങ് അപ്പോളെ വരെ പോയി ചെയ്തു. പോയി ആദ്യം മേടിക്കട്ടെ. അതിൽ ഞങ്ങൾ അങ്ങനെ ഇവിടുന്ന് മരുന്ന് മേടിച്ചു. ഡോക്ടർ നമ്മളെ സബ്സ്ക്രൈബർ ആയിരുന്നു. ഇതാ സ്ഥലം കേട്ടോ, വലിയ കുഴപ്പമില്ല. ഡോക്ടർ നമ്മുടെ സ്വന്തം ആളായിരുന്നു. നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. ഡോക്ടറെ അവിടെ ഒരു ടാക്സി സ്റ്റാൻഡിൽ 5 മിനിറ്റ് എന്ന് പറഞ്ഞ് വെച്ചിട്ട് പോന്നാ. ഇന്ന് നമ്മളെ അല്ലടാ, അവിടെ ചോദിച്ചു കേട്ടോ അവരോട്, ഞങ്ങൾ വെച്ചോട്ടെ. അപ്പൊ അവര് പറഞ്ഞ് വെച്ചോളെ. അതെ, നമ്മൾ നേരെ വണ്ടി എടുത്തിട്ട് പോട്ടെ കേട്ടോ. ഇവിടെ കേട്ടോ പാർക്ക് ചെയ്തേ. ഇവിടെയുള്ള ചേട്ടന്മാരോട് ഞങ്ങൾ പെർമിഷൻ ചോദിച്ചിട്ടാ പാർക്ക് ചെയ്തേ. അവിടെ എൻ്റെ ഒരു ലൈറ്റിനിങ് കേബിൾ മേടിച്ചിട്ട് വരുമോ? ഞാൻ പോണോ? നീ പോയിട്ട് വാ, ഞാൻ അപ്പോഴത്തേക്ക് സ്റ്റാർട്ട് ചെയ്ത് റെഡിയാക്കി വെക്കാം. ഫൈനലി നമ്മൾ എല്ലാ പരിപാടിയും കഴിഞ്ഞ് വണ്ടിയെ കയറി നമ്മൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. അപ്രോക്സിമേറ്റ് ഇവിടുന്ന് നമുക്കൊരു സാധനം കൂടെ മേടിക്കണം, ഒരു കൽക്കണ്ടം. ആ കൽക്കൊണ്ടം കൂടെ മേടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞ്. ഈ ചേട്ടൻ തിരിക്കട്ടെ കേട്ടോ. നമ്മൾ എപ്പോഴും ഇങ്ങനെ വണ്ടി തിരിക്കാൻ നേരത്ത് നിർത്തി കൊടുക്കണം. അല്ല നമുക്കെല്ലാം ഫസ്റ്റ് എന്ന് പറഞ്ഞ് ഇരിക്കരുത് കേട്ടോ. കുറെ ആൾക്കാരുടെ പ്രത്യേകതയാണത്. അതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നിന്ന് കൊടുത്തിട്ടുണ്ട് അടുത്ത സ്ഥലത്ത് നമ്മൾ തിരിക്കാൻ ആരെയൊക്കെ വരും. മലപ്പുറം കത്തി മിഷൻ കണ്ണ് ബോട്ട് പോയി
ഡോക്ടർ ഇത്ര വിശദമായി നോക്കും നമ്മൾ ജീവിതത്തിൽ അറിഞ്ഞില്ല കേട്ടോ. ഞങ്ങള് ബോട്ടെ കയറാൻ വേണ്ടി വന്നതാണ്. ഒരു ഹോസ്പിറ്റൽ പേരിന് പാപ്പ, അതിന്റെ പേരിന് പാപ്പ അമ്പ വൈദ്യശാല. അത്യാവശ്യം നല്ല ഡോക്ടറല്ലേ? അത്യാവശ്യം വലിയ കുഴപ്പവും കാര്യങ്ങളൊന്നും എല്ലാ കാര്യവും ചോദിച്ച് മനസ്സിലാക്കി നമുക്ക് മരുന്നുണ്ട്. ഏത് ബോട്ട് ചട്ടി അടച്ചു, ഇനി വരത്തില്ല കേട്ടോ. വൈകുന്നേരമൊക്കെ എന്തോരം ബോട്ട് ഉണ്ടായിരുന്നു. 4 മണിക്ക് ഉണ്ടായിരുന്നു ബോട്ട്. എന്തോരം ബോട്ട് ഉണ്ടായിരുന്നു നാടാ. ഇന്നിപ്പോ ഒരു ബോട്ടയിൽ എല്ലാം ഒതുങ്ങി. അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് കീച്ചിതാ. ഈ സാധനം അടച്ചല്ലേ? പണ്ട് വൈകുന്നേരം ആവുമ്പോഴേ ബോട്ട് ചട്ടി അടയ്ക്കത്തുള്ളായിരുന്നു. അടച്ചില്ലേ? അടച്ചില്ല. ഇല്ല ബോട്ടില്ല. ബോട്ടില്ലെന്ന് കൊണ്ടടാ. കുഴപ്പമില്ല, നമ്മുടെ ചെറിയ ബോട്ട് വെച്ച് നമുക്ക് ഇറങ്ങാം അല്ലേ? അപ്പൊ അങ്ങോട്ട് നോക്കിയേ, ഇവിടുന്ന് അങ്ങോട്ട് ഒരു ലുക്കാ ഗൈസ്. ഒരു പ്രത്യേക ഇവിടുന്ന് അങ്ങോട്ട് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് ഉണ്ടല്ലോ ഒരു വേറെ ലെവലായി. ചങ്ങനാശ്ശേരിയുടെ വേറൊരു മുഖം നിങ്ങൾക്ക് ഇവിടുന്ന് അങ്ങോട്ട് കാണാൻ വേണ്ടി പറ്റും. പ്രത്യേക ലുക്കാ, ഒരു പ്രത്യേക രസം. ഇവിടെ കണ്ടോണേ, പഴയ ഒരു സാധനം ഞാൻ നിങ്ങളെ കാണിച്ച പഴയ മില്ല്. ഇത് ശ്രദ്ധിച്ചു നോക്കിയോ, റൈസ് മില്ല്. ഇങ്ങനത്തെ കുറെ എണ്ണം നമ്മുടെ ഈ ഒരു ചങ്ങനാശ്ശേരി പൂട്ടി പോയിട്ടുണ്ട്. ഇതിപ്പോ ഉണ്ടെന്നൊന്നുമില്ല പാപ്പ, ഇതുണ്ട്. ഇത് അന്ന് പമ്പ. ഇതാണ് പഴയ ക്രിസ്ത്യൻ തറവാട് കേട്ടോ. എന്റെ പൊന്നെ ഗൈസ്, ഇതൊരു വലിയ അത്ഭുതമാണ്. കണ്ട പഴയ തറവാട് അല്ലേ പാപ്പ? പഴയ തറവാടല്ലേ ഇത്? ഗൈസ് ഇത് പഴയ തറവാടാട്ടോ. ഇവിടെ ഒന്നും നേരത്തെ ഈ വിളക്കുകൾ സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഇപ്പഴാ ഈ സംഭവമൊക്കെ വന്നേ. അല്ലടാ ലിബിനെ? നമ്മുടെ ഓർമ്മയിലില്ല. ഇവിടെ വന്നിട്ട് ഒരു 7 വർഷമായില്ലേ? 7 വർഷമായി. ഞങ്ങൾ ഞാനിപ്പോ ഏതാണ്ട് അത്രയും വർഷം അല്ലല്ല, ഈ ഇടയ്ക്ക് നമ്മൾ വന്നു പോയായിരുന്നു S1H മേടിച്ചപ്പോ. സത്യം കേട്ടോ, ഒരു 1.5 കൊല്ലം മുന്നേ അല്ലേ? ഒരു 1.5 കൊല്ലം മുമ്പേ നമ്മളിവിടെ വന്നു പോയായിരുന്നു കേട്ടോ. പെട്ടെന്ന് പോയി. നമ്മൾ പെട്ടെന്ന് കോട്ടയം വന്നപ്പോ പിന്നെ ഇവിടെ വന്നു, പിന്നെ അവിടെ നിന്ന് പെട്ടെന്ന് വന്ന് അങ്ങനെ പോയായിരുന്നു. ഇത് കുറെ കാലം കൂടി എങ്ങനെ ഞങ്ങൾ കുറെ നിക്കുന്നത്. ഗൈസ് ഫൈനലി ഞങ്ങൾ അങ്ങനെ വെട്ടിത്തുരുത്തിലെത്തിയിരിക്കുകയാണ്. വണ്ടി ഞങ്ങൾ പാർക്ക് ചെയ്തു. എന്ത് ഞാനേ പണ്ട് പാപ്പന്റെ സൈക്കിളിൽ ഇവിടുന്ന് വെച്ച അലക്കാണേ. ഇവിടെ ഞാൻ ഉരുണ്ട് കെട്ടി വീണു. എന്നിട്ട് എൻ്റെ ഇത് കണ്ടോ, എളി കണ്ടോ, ഇവിടെ ഒരു പാടുണ്ട് ഗൈസ്. ഇതാ ഞാൻ എന്നിട്ട് ഇവിടെ ഒരു മുളയെ കുത്തി വീണു. പറക്കോന്നും പറഞ്ഞു. എന്തിയേ പാപ്പ ഇവിടെ എങ്ങനെ ഇട്ടാൽ മതിയായിരുന്നു കേട്ടോ, മീൻ കിട്ടിയാനെ. എന്ത് രസമാ ഗൈസ് ഈ ഫ്രെയിം എന്ന് പറഞ്ഞാണല്ലോ. ഇതൊരു 1.5 ഫ്രെയിമാണ്. ശരിക്കും ഇവിടെ വരേണ്ട ടൈം ഇപ്പോഴാണ്. അതായത് ജനുവരി ഫെബ്രുവരിക്ക് കൊയ്ത്തല്ലേ? മാർച്ചിൽ കൊയ്ത്താട്ടോ. കൊയ്ത്തിന് വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം ഇങ്ങനെ കൊയ്ത്തൊക്കെ കഴിഞ്ഞ് കിടക്കും. ഇപ്പോഴാണ് പച്ചപ്പും പരിതാപവും അങ്ങനെയൊക്കെ ആയിട്ട് കിടക്കുന്നത്. കുറച്ച് താമസം വന്ന് അപ്പൻ്റെ പരിഭവം കേൾക്കേണ്ടി വരും കേട്ടോ. അതുകൊണ്ട് നമ്മൾ നേരത്തെ വന്നു. ഗൈസ് നല്ലൊരു ഡോക്ടറായിട്ട്, ആയുർവേദ ഡോക്ടർ. ആയുർവേദം ചെയ്യുകയാണെങ്കിൽ പൂർണ്ണമായിട്ട് പോകും. ഇംഗ്ലീഷ് ആണെങ്കിലുണ്ടല്ലോ എന്താണ് നമ്മൾ പ്രശ്നം സ്റ്റോപ്പ് ചെയ്യും. ഗൈസ് നിങ്ങളോട് എല്ലാവരും കൂടെ ഞാൻ ചോദ്യം ചോദിക്കുകയാണ്. ലിബിൻ പറഞ്ഞു എൻ്റെ ഈ താടി ഭയങ്കര ബോറാണ്. നിങ്ങൾ വീഡിയോ കാണുന്ന ആൾക്കാർ എല്ലാവരും കമൻറ്റ് രൂപത്തിൽ പറയുകയാണ് എൻ്റെ ഈ താടി ബോറാന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഈ താടി മാറ്റാൻ തയ്യാറാണ്. ആയിക്കോട്ടെ, എൻ്റെ താടി ഞാൻ മാറ്റാൻ തയ്യാറാണ് ഗൈസ്. അപ്പം നിങ്ങളത് മൈസൂർ പോയ രാജവൈദ്യന്റെ അടുത്താ. അയാൾ വൈദ്യനല്ല, പഠിച്ച ഡോക്ടറാ, MBBS MD. നല്ല മരുന്ന് കിട്ടും. ഞങ്ങൾ നേരെ ഫ്രണ്ടിലേക്ക് പോട്ടെ. ഞങ്ങൾ ബോട്ടിന് വന്ന് കണ്ടില്ലേ? ഞങ്ങൾ ബോട്ടിന് കയറിയിട്ട് അവിടുന്ന് പിന്നെ കെട്ടുവെള്ളത്തിന് അപ്പുറത്തോട്ട് പോയി. രണ്ട് ചേട്ടന്മാരിതാ വലയിടുന്നു. ആഹാ, എന്നാലും ഞങ്ങൾക്ക് 2 പിലോപ്പി കിട്ടിയേ. ഇവർക്ക് എന്തെങ്കിലും കിട്ടണേ ഗൈസ്. ഞങ്ങൾ കുറച്ച് വീശുവലയിട്ട് ഇറങ്ങാൻ പോകാം കേട്ടോ. വീശുവല ഇതാണ് സാധനം. ഇത് വെച്ച് വീശി നോക്കാം വല്ലതും കിട്ടുമെന്ന്. രാവിലെ കിട്ടിയെന്നാണ് പറഞ്ഞത്. വേറെ പരിപാടി കേട്ടോ. ഇതേ പോകുന്നു വെള്ളം. ഇതെന്തെന്നാ മഹാവെള്ളം. ഇത് പെട്ടെന്ന് എത്തും കേട്ടോ. ഇത് എന്ത് പിടിക്കുന്നവരാ പാപ്പ? വാളമീനെയോ? ടീമായിട്ട് വരുന്നത്? എവിടുന്ന് വരുന്നത്? ഇത് ഏത് വീടിന് മുമ്പിലുള്ളവർക്ക് എവിടെ വന്ന് മീൻ പിടിക്കാമോ? അതിനും കുഴപ്പമില്ല. ഒന്നുമില്ല, എവിടെ നിന്ന് വേണം പിടിക്കാം. ഇത് സർക്കാരിൻ്റെ അല്ലേ, അല്ല പ്രൈവറ്റ് അല്ലല്ലോ ഗൈസ്. ഇത് വാളമീനെ പിടിക്കുന്ന കേട്ടോ. എനിക്കൊന്ന് ഇവരുടെ വളക്കെന്തോ അല്ല ഇവരുടെ വലയ്ക്കെന്തോ പ്രത്യേകതയുണ്ട്. അതെ പാപ്പ, എന്നെ പ്രത്യേകത? ചെറിയ കണ്ണിയായിരിക്കും, എല്ലാ സാധനം കയറും അല്ലേ? വലിയ കണ്ണിയാ? വലിയ സാധനം മാത്രം പിടിക്കുന്നതായിരിക്കും. എന്തെങ്കിലും കിട്ടുമോ ഇല്ലോ എന്ന് അറിയത്തില്ല കേട്ടോ. ഇവിടെ അയലോക്കത്തുള്ള പാപ്പന് അറിയാവുന്നവരാണോ? ആണോ? എല്ലാം തുടങ്ങുന്നുള്ളടാ. ഇതാ വലിക്കുക. ഇവർക്കൊക്കെ എത്ര രൂപ കിട്ടുമായിരിക്കും പാപ്പ മീൻ കൊടുത്തു കഴിഞ്ഞാൽ? 10,000 രൂപ മീൻ പിടിക്കും. സ്വന്തം 10,000 രൂപ ഉണ്ടാക്കുമോ? ഒരു ദിവസം എല്ലാ ദിവസം ഒന്നും കിട്ടുമൊന്നുമില്ല മീൻ. ഒരു ഭാഗ്യം അത്. ഇത് വലിക്കും കേട്ടോ. ഇതുവരെ ഒന്നും അടിച്ചിട്ടില്ല കേട്ടോ. സൂക്ഷ്മ നിരീക്ഷണമായി ക്യാമറമാൻ എബിൻ ഇവിടെ ഉണ്ട്. ഇതുവരെ ഒന്നും അടിച്ചിട്ടില്ല. ഇവർ ചെരിച്ചേരി ചേട്ടാ വലയിട്ടാക്കുന്നത്, നേരെയല്ല. ഇവർ വേറെ രീതിയാണ്.
ഇത് എനിക്ക് തോന്നുന്നു അങ്ങ് വരെ ഉണ്ടെന്ന് തോന്നുന്നു. ഇങ്ങനെ വണ്ടി കുത്തി ഒരു ലോക്ക് ചെയ്ത് വലിച്ചോണ്ട് പോവാം. ഇവിടെ എക്സ്പീരിയൻസ് ആയ ആൾക്കാർ തുഴയാനുണ്ടോ ഇവനെ, നമ്മളെപ്പോലെ ഒന്നും അറിയില്ലാത്തവരല്ല. മനസ്സിലായോ ഗൈസ്? നോക്കൂ, ഞങ്ങളുടെ വലയെടുത്തോ. ഈ വല എന്ന് വെച്ചാൽ വീശ് വലയാണ്. ഇങ്ങനെ ഒറ്റ വീശ് കിട്ടിക്കഴിഞ്ഞാൽ 1.5 കിട്ടും. ഗൈസ് ഇവർക്ക് ഒരെണ്ണം കിട്ടി കേട്ടോ, ഒരെണ്ണം അവർക്ക് കിട്ടി. അതിൽ കൂടുതൽ അവർക്ക് കിട്ടിയിട്ടില്ല ഗൈസ്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നല്ല കിടിലും ഒരു സാധനം കിട്ടി. എന്നാ ടേസ്റ്റ് ആയിരുന്നു അറിയാവോ? അതിന്റെ പേരെന്നാ വാള. വാളയല്ല, ഇന്ന് രാവിലെ വാള തന്നെയല്ലേ കിട്ടിയേ? ഇന്നലെ പിലോപ്പീനെ കിട്ടി. പക്ഷെ നമ്മള് വളർത്തുന്ന പിലോപ്പി ഇവിടുത്തെ പിലോപ്പി നോക്കരുത്, രണ്ടും രണ്ടാണ്. ഗൈസ് നോക്കൂ ഗൈസ്, ഞങ്ങൾ വലയിടാൻ പോകുന്നു ഗൈസ്. എല്ലാം യാഗം ഉണ്ടെന്ന് അറിയാം കേട്ടോ. രാവിലെ ഞങ്ങളെ കൂട്ടാതെ പോയപ്പോൾ ഒരു അരക്കൊട്ട മീൻ കിട്ടി. രാവിലെ ഞങ്ങളെ കൂട്ടിപ്പോയപ്പോൾ ഒന്നും കിട്ടിയില്ല. ഹായ് ചേട്ടാ. ഗൈസ് നോക്കൂ, രാവിലെ ഞങ്ങളെ കൂട്ടിപ്പോയപ്പോൾ നിങ്ങൾ പഴയ വീട്ടില്ല ചേട്ടാ? അപ്പം ഇവിടുത്തെ വീട് ഏതായിരുന്നു ഓർക്കുന്നില്ല അല്ലേ? ഇത് വിളിച്ചിട്ടാണ് ഇവിടെ. ശരിയാ ഗൈസ്, പണ്ടെന്തോരം വീടുണ്ടായിരുന്നു തുരുത്തിൽ. ഇപ്പം വീടുകളൊക്കെ കുറഞ്ഞു വരുവാ കേട്ടോ. രാവിലെ നല്ല കിട്ടിയിലും വാളനെ കിട്ടി, കൊച്ചുമീനെ കിട്ടി. എവിടെയാ വീശുന്നത് പാപ്പാ? പാപ്പ അവിടെ പോയി മോട്ടോർ പരേഡാ പോവാ. ഗൈസ് ഞങ്ങൾ ചെന്നിട്ട് വീശിയിട്ട് കിട്ടുവാണെങ്കിൽ ഞങ്ങൾക്ക് രാശി, ഇല്ലെങ്കിൽ ആർക്കും രാശിയില്ല. അവിടെ ഞാൻ മീനെ കണ്ടു. പിന്നെ രാവിലെ മീനെ കണ്ടായിരുന്നു അവിടെ. ഈ ഒരു ഫ്രെയിം ഈ ലോകത്തിൻ്റെ എവിടെ ചെന്നാലും ഈ ഒരു ലുക്ക് കിട്ടത്തില്ല കേട്ടോ. ഞാൻ അവിടെ വണ്ടി ഇട്ടതേ. സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധനം എല്ലാം കയറ്റിയിട്ട് പിന്നെ പെട്ടെന്ന് അങ്ങ് പോകാമല്ലോ. ഞങ്ങൾ കുറച്ച് കഴിയുമ്പോൾ ഇറങ്ങും കേട്ടോ. കുറച്ച് നമ്മളങ്ങനെ നമുക്ക് സമയമില്ല, അതാണ്. നമ്മൾ നേരെ കന്യാകുമാരിക്ക് തിരിക്കും. ഒറ്റ ഷോട്ട് കന്യാകുമാരി. ഇപ്പം ലിബിനും അഭിരാമി ഓടിക്കാമെന്നാണ് പറയുന്നത്. ഇപ്പം വണ്ടി ഓടിക്കാൻ അടിയായി. ഇത്ര നാൾ നേരെ തലതിരിഞ്ഞായിരുന്നു, ഇപ്പം നേരെ തലതിരിച്ചായി. ഇതാണ് മോട്ടോർ പുര. 3 ഡ്രൈവർമാരുള്ളതാണ്, പേടിക്കണ്ട. എവിടെ പോയാലും പാതിരാത്രിയാണെങ്കിൽ നമുക്ക് വീട്ടിലെത്താം. അതെ ഗൈസ്. അയ്യോ എൻ്റെ ക്യാമറ ടൈറ്റ് അല്ലായിരുന്നു, ഇത് വെള്ളത്തിൽ പോകാൻ ഭാഗ്യം കേട്ടാ. അയ്യോ എവിടെ എറിയുന്നേ? ഞങ്ങൾ എറിയാൻ പോവാ കേട്ടോ. ഇവിടെ പല ടൈപ്പ് വലകളുണ്ട്. ഇങ്ങനെ ഇത് കണ്ടോ, ഇതൊക്കെ വേറെ ടൈപ്പ് എന്താ വല, അതെന്താ വല എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. നമുക്ക് അവിടെയാണ് പാപ്പ പറഞ്ഞ് വീശാന്നുള്ളത്. വീശിക്കാൻ ഇഷ്ടമല്ല, പള്ളത്തിനെ കിട്ടുമായിരുന്നു. ഇപ്പം പള്ളത്തിനെ കാണാനില്ല. ഇപ്പോൾ പള്ളത്തിന് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും കാണാനില്ല കേട്ടോ. ആയില്ല. പാപ്പ എറിയാൻ പോവാണോ? എറിയുമ്പം പറയണേ, ഒരു മിനിറ്റ്. ഞാൻ പാപ്പനെ എറിയുന്നത് നോക്കി നിൽക്കട്ടെ. നീ അവിടെ മാറി ഈ ഏറിൽ അറിയാൻ കിട്ടുമോ ഇല്ല എന്നുള്ളത് ഇപ്പം അറിയാം കേട്ടോ. പായലോ ഗൈസ്? ഇപ്പം എറിയും, ഇപ്പം കിട്ടും, ഇപ്പം എറിയും. ഇതൊന്നും പല നിറച്ചും വെല്ലുമീനെ കിട്ടി നമ്മൾ എന്ത് ചെയ്യും? പാപ്പ മീനെ കൂടുതൽ കിട്ടി എന്ത് ചെയ്യും പാപ്പ? വിൽക്കുവോ? എറിഞ്ഞോ? രണ്ടും കൽപ്പിച്ചെറിഞ്ഞോ? എറിഞ്ഞോ? പാപ്പനാ കൊടുത്തി പോയേക്കില്ല കേട്ടോ. വീണു. ഇതിനി താന്നിട്ട് വേണം വലിക്കാൻ. ഇത് ചൈനീസ് വല എന്നല്ലേ പാപ്പ ഇനി ശരിക്കും പറയുന്നത്? കെട്ടിയെടുക്കുന്ന നാടൻ വല പണ്ട് മുതലേ ഉള്ള മീനുണ്ടോ? എന്ത് ഉണ്ടോ? മണ്ടി കഴിഞ്ഞ മീൻ പോവും. അങ്ങനെ ഉണ്ടോ പാപ്പ? കിട്ടി ഗൈസ്, മീനുണ്ട് ഗൈസ്. ഇത് വലിക്കേണ്ട രീതി ഉണ്ട് കേട്ടോ. ഇതുണ്ട് പാപ്പം വലിക്കുന്നുണ്ട്. അവിടെ എന്തോ ലോക്ക് ചെയ്യുക, അടി ലോക്ക് ചെയ്തു. ദൈവമേ, വെറുതെ എറിഞ്ഞു കേട്ടോ. സാധനം കിട്ടി. മീനുണ്ട്. അടി ലോക്കായോ പാപ്പ? മീനുണ്ട് പാപ്പാ. ഉള്ളി കയറ്റിക്കോ. അതെന്നാ വല കീറിയോ? അതിൻ്റെ അകത്തോട്ട് ഇടുന്നേ? മീനുണ്ട് പാപ്പാ. അതിൻ്റെ അകത്ത് ഇടുന്നേ പാപ്പാ? അതിൻ്റെ അകത്ത് ഇടുന്നേ? നേരത്തെ പുറത്തോട്ട് ഇടും അല്ലേ? ഈ സാധനം ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളതാണ്. ഇതാണ് മറ്റേ എന്നാ പാപ്പ പറയുന്നത്? തൂളിയല്ല, ഇതിന് വേറെ എന്തൊരു എറണാകുളത്ത് ഒരു പേര് പറയും. കണമ്പ് ആണോ? ഇതേ പള്ളത്തി. ഇതെന്തൊക്കെയാ? പുല്ലൻ. മറ്റേ ഇതിൻ്റെ അകത്തൊന്നും ഇല്ലല്ലേ, മറ്റേ സാധനം ഇല്ലല്ലേ? അത്യാവശ്യം മീൻ കിട്ടിയിടാ. അല്ല, മറ്റേ പേരായിരുന്നു കരിമീൻ. പള്ളത്തി ഇല്ലടാ, സീസൺ അല്ല. നീ തുറന്ന് വിടുവാ? ഉണ്ടെന്നേ. എത്ര ഉണ്ട്? ഒരു വള്ളത്തിന് കിട്ടി. കള്ളത്തിന്ന് വെച്ചാൽ കരിമീൻ കുഞ്ഞല്ലേ? അല്ല, പള്ളത്തിയും കരിമീൻ കുഞ്ഞും രണ്ടും രണ്ടാണ്. ആണോ? രണ്ടും രണ്ടാ? ഇതിന് നമ്മൾ കളയുമല്ലോ, ഇനി ഇടണ്ടേ? എവിടെ ഇടും? ബക്കറ്റ് എടുത്തിട്ടാ. ബക്കറ്റ് എടുത്തോണ്ട് വരട്ടെ? തിരിച്ചു വിടുവാ? ഇതിനെ വേണ്ടേ? ഇന്ന് പിടിക്കുന്നില്ല ഗൈസ്. നമ്മളൊക്കെയാണ് ഇങ്ങനത്തെ ഒരു മീനെ കിട്ടാൻ വേണ്ടി കൊതിക്കും. ഇവരൊക്കെ ഉണ്ടോ? ഇച്ചിരി മീനൊക്കെ ഉണ്ടല്ലോ, അതിനെ ഇതേപോലെ ഇങ്ങനെ കളയും, എന്നിട്ട് പെറുക്കി എടുക്കുക കേട്ടോ. അല്ല, ഇതിനെ ഒരു വെള്ളത്തിൽ വിടും. ചാകാത്തന്നെ വെള്ളത്തിൽ വിടും. എപ്പം വെള്ളത്തിൽ വിടുന്നു. അവിടെ ഉണ്ട് അണ്ണന്മാർ കുറേ നേരം കേട്ടോ. ഇത്ര നേരം എന്നറിയാം അണ്ണന്മാർ പരിപാടി തുടങ്ങിയിട്ട്. ഏകദേശം അടിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്.
ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മുടെ എൻഡവർ സ്റ്റാർട്ടാവും. പിന്നെ നമ്മൾ തിരുവനന്തപുരത്തേക്ക് വണ്ടിയിൽ തിരിക്കും. അങ്ങനെയാണ് നമ്മുടെ പരിപാടികൾ കേട്ടോ. കളയാണോ പാപ്പ? എടുക്കുന്നില്ല. ഒന്നും കൂടെ വീശി നോക്കിയാലോ? എന്നിട്ടുണ്ടെങ്കിൽ എടുത്താലോ? കളയുവാണോ? അതിന് നമ്മൾ എടുക്കുക? അതിനെ എടുത്ത് ഉള്ളിലേക്ക് ഇടുക പാപ്പ. എന്തിയേ? അവിടെ ഉണ്ടോ? ആണോ? ചേട്ടൻ്റെ ബക്കറ്റിൻ്റെ അകത്ത് മീനുണ്ടെന്ന് പറഞ്ഞ, പോയി നോക്കട്ടെ. നല്ല കിഡില മീനാന്ന് പറഞ്ഞേ. എന്നാ മീനാ ചേട്ടാ? എന്നാ എന്നാലും എന്തിയേ? ഇതല്ലേ മീൻ? അതേ ഇരിക്കുന്നു മീൻ ജീവനോടെ. സിലോപ്പി ഉണ്ട്, സിലോപ്പി വള്ളത്തി. ഇതിന് വൈകുന്നേരം കറി വെക്കും കേട്ടോ, മുഷി. വൈകുന്നേരം കറി വെക്കാൻ കൊണ്ട് പോവാ. ചേട്ടൻ കൈസ് നോക്കൂ. ചേട്ടൻ്റെ പേര് പറഞ്ഞേ? രാജു ചേട്ടൻ, ചങ്ങനാശ്ശേരി. പുള്ളി പണ്ട് പിന്നെ കുവൈറ്റിലായിരുന്നു. എവിടെയായിരുന്നു? മസ്കറ്റിൽ കുവൈറ്റ് എംബസി വർക്ക് ചെയ്യുന്നു. അതന്നെ, US, യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക. കൈസ് നോക്ക്, പുള്ളിയുടെ വർക്ക് ചെയ്യുന്നു. ചേട്ടൻ ഇവിടെ 18 ഏക്കർ. ഈ കാണുന്ന 18 ഏക്കർ പുള്ളിയുടെ കൃഷിയാട്ടോ. ഈ കാണുന്ന ഇത് ഫുള്ള് നല്ല സൂപ്പർ നെല്ല്. 18 ഏക്കർ ചേട്ടൻ്റെ സ്ഥലമാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഈ വരമ്പും. അപ്പം ചേട്ടനൊക്കെ സഹകരിച്ചാണ് ഇവിടെ ഉള്ളവർക്ക് വണ്ടിയൊക്കെ വരാൻ ഇവിടെ പറ്റിയത്. അപ്പോൾ അങ്ങനെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തൊരു ചേട്ടനാണ്. അപ്പോൾ ഇനിയിപ്പം നമ്മുടെ പരിപാടി ഒന്നും കൂടെ എറിഞ്ഞു നോക്കുക. പാപ്പ നമുക്ക് അവിടെ എറിഞ്ഞു നോക്കിയാലോ? പാപ്പാ ഇവിടെ അത്ര രാശി കാണില്ല. ബാ അവിടെ അങ്ങോട്ട് പോവാം. കല്ല് കെട്ടത്തുള്ളൂ. വല കഴുകിയോ? കഴിച്ചതേ തുളുമ്പി നിൽക്കുക കേട്ടോ. വേറെ എവിടെയാണ് സാധ്യതയുള്ള? കുറേ വീണ സാധ്യത. ലാസ്റ്റ് നമുക്ക് മറ്റേ അന്തോണി പാപ്പൻ്റെ അവിടെ ഇപ്പുറത്ത് നിന്നിട്ട് നോക്കാം. ബാ ഗൈസ്, ഞങ്ങൾ നേരെ പോവാണ് ഗൈസ്. ഞങ്ങൾക്കൊരു സന്തോഷമാണിത്. ഞാൻ പറഞ്ഞില്ലേ അവിടെ സാധനം ഉണ്ട്. ആരെന്ന് ചോദിച്ചേ? ഇത് മോട്ടോർ വരയാട്ടോ. ഇത് മോട്ടോർ വരയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് മീനുണ്ട്. ഇതിൻ്റെ അകത്തുണ്ടാവും. പാപ്പ ഇവിടെയല്ലേ പറഞ്ഞേ? ഇത് ഇറങ്ങി നോക്കട്ടെ. ഇവിടെ ശ്രദ്ധിക്കണം, കാരണം വീണ് കഴിഞ്ഞാണ്ടല്ലോ മുളയും അതും ഇതൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര പാടാ. ഇവിടെ നിന്ന് വിട്ടെ. എൻ്റെ അമ്മേ പാപ്പാ, സാധ്യതയുണ്ട് കേട്ടോ, സാധ്യതയുണ്ട്. നോക്കിക്കേ, ഇവിടെ വീശിയിട്ട് കിട്ടിയെന്ന്. പാപ്പനൊക്കെ പിന്നെ ഇത് കണ്ട് കിടക്കുന്നുണ്ട്. പാപ്പനൊന്നും ഇത് വലിയ സംഭവമല്ല. നമുക്ക് നേരെ തലതിരിഞ്ഞ. നമുക്കിതൊക്കെ ഒരു പ്രാന്ത, ഒരു ക്രൈസ്, പുതുമ. ഇവർക്ക് ഇത് എപ്പോഴും കണ്ട് ശീലം. നമുക്ക് അപ്പുറം വീശാം. ഇവിടെ എറിയണ്ട, മറ്റേ പുള്ളിക്ക് എതിരെറിയാം. പുള്ളിക്കൊരു എതിരാളി ഇല്ലായിരിക്കും. അവിടെ കണ്ടാവില്ല, മീനെ ഓടിച്ചല്ലോ. ഇപ്പം നല്ല വെയിലാട്ടോ. നല്ല വെയിലെന്ന് വെച്ചാൽ അതിശക്തമായ വെയിലാട്ടോ. നീ പോവാട്ടോ. പപ്പ എങ്ങനെയാ തുറക്കുന്നത്? എങ്ങനെ തുറക്കും? എന്നാ അഭിരാമി എടുത്ത് കൊടുത്തുവിടാം. ഏതാ അഭിരാമി? ഒന്ന് തിരിഞ്ഞു നോക്കുക. എവിടെ അഭിരാമി? ഇവിടെ ചിലപ്പോൾ അടിക്കാൻ സാധ്യതയുണ്ട് പാപ്പ. പാപ്പം വീശിക്കോ. ഇവിടെ കിട്ടുമെന്നുള്ളതാണ് എൻ്റെ മനസ്സ് പറയുന്നത്. എന്നടാ ഇവിടെ കിട്ടും, എൻ്റെ മനസ്സ് പറയുന്ന സാധ്യതയുണ്ടോ പാപ്പ? എറിയുന്നതിന് മുമ്പ് ചോദിക്കട്ടെ, ഉണ്ടോ? ധൈര്യാണ്. ചെമ്പല്ലി കിട്ടണേന്നാ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. കിട്ടണേ, അല്ല കരിമീൻ കിട്ടണേ. കരിമീൻ കിട്ടിക്കഴിഞ്ഞാൽ കൂടുതൽ സമയം നമ്മൾ സ്പെൻഡ് ചെയ്യും. അത് വറക്കുന്നോടെ വരെ ഇല്ല, ഒന്നുമില്ല. അയ്യേ, ഒരു സാധനമില്ല. ഉണ്ടോ? ഇല്ല പാപ്പ, വെറും വള്ളത്തി മാത്രം, ഒന്നുമില്ല. അല്ല പാപ്പ, നമ്മൾ മറ്റേ വല ഇടുന്നപ്പോൾ അത് ഇങ്ങനത്തെ വല ഇടുന്നല്ലേ പാപ്പ? മീൻ കിട്ടാൻ ഇങ്ങനത്തെ വല ഇടുന്നല്ലേ നല്ലേ? ഒരു കാര്യമില്ല. അതിന് കുഞ്ഞുങ്ങളാ. തിരുതാന്ന് പറയുന്ന ഒരു സാധനം. തിരുതല്ലേ ഇത്? തിരുത വേറെയാ. ഇതിനിവിടെ എന്നാ വരുന്നത്? ഉള്ളങ്കണ്ണി. തിരുതിക്ക് ഭയങ്കര വിലയല്ലേ ചേട്ടാ? പാപ്പാ, തിരുതിക്ക് ഭയങ്കര വിലയല്ലേ? സത്യം പറയട്ടെ, സിദ്ധിക്കല്ല, തിരുത. എൻ്റെ അമ്മോ, ഇവിടുത്തെ വെയിൽ ഇന്ന് ഭയങ്കര കട്ടി. താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള ചൂട് കേട്ടോ. താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള ചൂട്.
എന്നാ ചൂടാ ദൈവമേ, ഇത്രയും ചൂട് ഞാൻ ഇത്ര അനുഭവിച്ചിട്ടില്ല കേട്ടോ ലിവിനെ. ഇന്ന് താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള അറിയത്തില്ലെന്ന് തിരുത് എറണാകുളത്തൊക്കെ അവർക്കൊക്കെ ഏറ്റവും കൂടുതൽ അറിയാന്നേ, എറണാകുളംകാരല്ലേ അതിൻ്റെ ആൾക്കാർ. ഗേയ്സ് ഫൈനലി വല കഴുകി എടുത്തു കേട്ടോ, വേറെ വകുപ്പില്ല. നീ നൈസായിട്ട് തണലത്ത് നിൽക്കും അല്ലേ? ഞാൻ അതിനെക്കുറിച്ച് നമ്മുടെ ഊപ്പാട് ഒരുപാട് കിടങ്ങി. എൻ്റെ അമ്മോ എന്നാ ചൂടാന്നറിയാവോ? വല കഴുകിയില്ല, വല പിന്നെ മണമായിരിക്കും നാളെ എടുക്കാൻ നേരത്ത്. അതാ സംഭവം വല കഴുകുന്നത്. കഴുകാൻ വേണ്ടിയാ? കുഞ്ഞു മീനുകൾ എലി കയറി കടിക്കും. നോക്കൂ, ഫൈനലി ഞങ്ങൾ അങ്ങനെ ഇറങ്ങുകയാണ് ഇവിടുന്ന്. നേരെ കന്യാകുമാരിക്ക് പോവുകയാണ്. ഇത് കപ്പ പാപ്പൻ്റെ, ഇത് ചെണ്ട, ഒരു ഷുഗർ ഫ്രീ കപ്പ ഉണ്ടായിരുന്നു കാണിച്ചപ്പോ. അതെന്നാ പാപ്പ അതിന്റെ പ്രത്യേകത? പിന്നെ ഇതുള്ളവർക്ക് ഷുഗർ ഉള്ളവർക്കും കഴിക്കാം. അതെ, ഷുഗർ ഉള്ളവർക്കും കഴിക്കാൻ പറ്റുന്ന കപ്പത്തണ്ടാണ് ഈ സാധനം. ഷുഗർ ഫ്രീ അല്ല, ടപ്പിയോക്ക. ഷുഗർ ഫ്രീ സാധനം നല്ലതായിരുന്നു കേട്ടോ. ഞങ്ങൾ ഇവിടുന്ന് എല്ലും കപ്പയും വേവിച്ചു കേട്ടോ. അതുകൊണ്ട് കഴിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു പ്രത്യേക ഫൈനലി നമുക്ക് വണ്ടിയുടെ ബേക്ക് ഡിക്ക് തുറന്നു. ഇതിനെ പിടിച്ചിട്ട് നീക്കിയാക്കിയാൽ മതി. സംഭവം എല്ലാം തുറക്കും. സാധനങ്ങൾ ഓരോന്നോരോന്നായിട്ട് എടുത്തു വെക്കുവാണേ. അപ്പോൾ ഈ സീറ്റ് മടക്കിയായിരുന്നു അവര് അമ്മീനി? ഓ, മടക്കി വെച്ചോ. ഈ ബാഗ് ബേക്കോട്ട് വെച്ചോക്കല്ലേ, നിന്റെ കയ്യിലിരിക്കുന്ന ബാഗ് പെട്ടുപോകും. ഏതാ വണ്ടി തുറന്നു? ആയിക്കോട്ടെ, തുറന്നു. ഓരോരുത്തർ കയറ്റി. ഇവിടെ നിങ്ങൾ റിവേഴ്സ് വെച്ച് പോകത്തില്ലടാ? അല്ലടാ, ശരിക്കും മിസ് ചെയ്യും കേട്ടോ ഈ സ്ഥലം. കാരണം അത്ര ഫീലിങ്ങാണ്. ഇത് പറയാൻ പോകാൻ വലിയ താല്പര്യമൊന്നും ഇല്ലേ, പക്ഷെ എന്നെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പോയല്ലേ പറ്റൂ. അയ്യോ അപ്പൊ ഇറങ്ങ. അതാരാ അതിനകത്ത് പിടിച്ച് നോക്കിയേ? ആണോ, സെൻസിങ് എന്തെങ്കിലും പറ്റുന്നതായിരിക്കും. ഗൈസ്, ഇതിന് ഇങ്ങനെ ഒരു വിഷയമുണ്ട് കേട്ടോ. അതായത് ഈ സാധനം ഇടയ്ക്ക് തന്നെ ആവുന്നുണ്ട്. പിന്നെ അതുപോലെ ഇതങ്ങനെ ഓട്ടോമേഷൻ പിന്നെ സെൻസ് ചെയ്ത് നിൽക്കുന്നൊന്നുമില്ല. എനിക്കത് ബോഡി തട്ടിയിട്ടാണ് നിൽക്കുന്നതെന്ന് തോന്നുന്നു. ഇനി എന്നൊക്കെ വെക്കാനുള്ള പപ്പ എപ്പോഴും നോക്കണം കേട്ടോ. അപ്പൊ ഈ വണ്ടി നിൽക്കാൻ നേരത്ത് ഈ കുണൂണ സൗണ്ട് ഉണ്ട്, പേടിക്കണം. ആന്റി ബായ്. അവിടെ നിന്ന് ചേട്ടന്മാരുടെ നല്ല വീശ കേട്ടോ. ഞാൻ സൂം ചെയ്ത് കാണിക്കുന്നത് നല്ല മീൻപിടുത്തം. അതെ ഗൈസ്, അപ്പം എല്ലാം ആയില്ലേ? ഓക്കെ അല്ലേ? പാപ്പ പൊക്കോട്ടെ, മീറ്റ് ആകെ. പാപ്പൻ അങ്ങോട്ട് വരുമോ? നോക്കട്ടെ, ഞങ്ങൾ അടുത്ത പ്രാവശ്യം പിന്നെ പര്യടനത്തിന് ഇറങ്ങണം. വരാം, ഞങ്ങളുടെ വണ്ടി പര്യടനം. വണ്ടി ഇറക്കി തിരിക്കട്ടെ കേട്ടോ. ഗൈസ്, ഫൈനലി അങ്ങനെ ഞങ്ങൾ പോകാൻ വേണ്ടി റെഡി ആയിട്ടിരുന്നു. നേരെ ഇനി ബേക്കോട്ട് പോകുന്നു. നേരെ ഗോ ടു കന്യാകുമാരി. പാപ്പ പോട്ടെ, നേരെ ബേക്ക് എടുത്തവനെ. പാപ്പ പോവാണ്, ആന്റി പോവാ. ബൈ. ഗൈസ്, ഫൈനലി നേരെ നമ്മള് പോവാണ്. ഇവിടുന്ന് വെറും 134 കിലോമീറ്ററേ ഉള്ളൂ തിരുവനന്തപുരത്തിന് കേട്ടോ. നമുക്ക് കന്യാകുമാരി അവിടുന്ന് പോകണ്ടേടാ. തിരുവനന്തപുരം ഞാൻ ഇവിടെ എഴുതി വെച്ച് കണ്ട് വായിച്ച ആ KSRTC വന്ന വഴിയില്ലേ, ആ വഴിയിലാണ് നമുക്ക് പോകേണ്ടത്. അപ്പൊ അതിലെ വേണം നമുക്ക് തിരിച്ചു പോകാൻ വേണ്ടി. അത്യാവശ്യം നല്ല തിരക്കുണ്ടാകും. കാരണം തൊട്ടപ്പുറത്തെ മെയിൻ റോഡിലെ ആലപ്പുഴയിൽ നിന്ന് പോകുന്ന മറ്റേ റോഡില്ലേ, അതായത് 66 നമ്മുടെ അതിലെ പോകുന്ന 66 ഫുൾ ഇവിടെ പണി നടക്കുന്നതുകൊണ്ട് ഭയങ്കര ബ്ലോക്ക് ആയിരിക്കും. മനസ്സും എടുത്തു പോകും. അതായത് ഇനി നമ്മൾ കന്യാകുമാരി പോകുന്നു. കന്യാകുമാരി ഏதாவது വിമാനപ്പാറ, നമ്മള് സൺസെറ്റ് കാണുന്നു, സൺറൈസ് കാണുന്നു. വിമാനപ്പാറ പോകുന്നു. പിന്നെ ഒരു ഇതുണ്ട്, പാറ ഉണ്ടല്ലോ, എന്നാ റോക്സ് ആയിരുന്നു. ഗൈസ്, ഞാൻ അവിടെ ചെന്ന് കറക്റ്റായിട്ട് പറഞ്ഞുതരാം. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ ഏതാണ്ട് ഒരു 6 വർഷത്തിന് ശേഷമാണ് ശരിക്കും ഞങ്ങൾ ഈ പറഞ്ഞ തിരുവനന്തപുരം ഭാഗത്തോട്ട് പോകുന്നത്. നമുക്ക് സമയമുണ്ട് പോവാം. ഞാനും ലിവിനൊക്കെ എന്തോരം ജോലിയ സ്ഥലങ്ങളാണെന്നറിയോ ഈ കോവളമൊക്കെ. നമുക്ക് സിഗ്നൽ കിട്ടി. ഇപ്പൊ നമ്മൾ നേരെ ചങ്ങനാശ്ശേരി മധ്യഭാഗത്ത് എത്തി കേട്ടോ. വിട പറയുന്നു. അതായത് ഈ തൊട്ടിപ്പുറത്താണ് KSRTC. നമ്മളിപ്പോ ചങ്ങനാശ്ശേരി പ്രോപ്പർ ടൗണിലോട്ടാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. അല്ലല്ല, ഇതാ മധ്യഭാഗം. ഇതാ KSRTC ബസ് സ്റ്റാൻഡ് ആയി കാണുന്നതാ. ഇവിടെ KSRTC ബസ് സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ പണിതുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നേരെ നമ്മൾ ഫ്രണ്ടിലേക്കാണ് പോകേണ്ടത്. നമ്മൾ ഈ റോഡാണ് പിടിക്കുന്നത്. ഞങ്ങളോട് ഈ റോഡിൽ വരാനാണ് 2-3 പേര് പറഞ്ഞതും കമന്റ് ചെയ്തതും ഒക്കെ ഈ റോഡാണ്. നാളുകൾക്ക് ശേഷമല്ലേ നമ്മൾ തിരുവനന്തപുരം പോകുന്നത്. സത്യം കേട്ടോ, ഏറ്റവും കുറഞ്ഞത് ഒരു 5-6 വർഷമായി കാണും ഞങ്ങൾ തിരുവനന്തപുരം സൈഡിലേക്ക് പോകുന്നത്. പക്ഷെ ഈ പ്രാവശ്യം ഞങ്ങൾക്ക് തെങ്കാശി പോകാൻ പറ്റത്തില്ല കേട്ടോ. സമയം ഒക്കത്തില്ല, പോകാൻ പറ്റത്തില്ല. നമുക്ക് 12-ാം തീയതി 13-ാം തീയതി തിരിച്ച് നാട്ടിലെത്തണം, കേസുള്ളതുകൊണ്ട്. പോയാൽ തിരുവനന്തപുരം, ഇങ്ങോട്ട് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ആലപ്പുഴ. ഫൈനലി അങ്ങനെ നമ്മൾ
കുറേ നാളുകൾക്ക് ശേഷം ചങ്ങനാശ്ശേരി വന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞങ്ങളുടെ മീൻപിടുത്തവും ട്രഡീഷണലായ സെറ്റപ്പും അപ്പം എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിക്കുകയാണ്. ഇനിയും ഇവരുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു, അപ്പൻ്റെ അമ്മയുടെ ഒക്കെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. ഞങ്ങൾ പോകുന്ന വഴിക്ക് ഞങ്ങളുടെ സബ്സ്ക്രൈബറിനെ കണ്ട്, പേര് പറ. സ്റ്റാൻലി പേര്. ആഹാ ഗൈസ് നോക്കൂ, അവര് ഞങ്ങളുടെ വണ്ടി കണ്ട് ഞങ്ങളെ ഐഡന്റിഫൈ ചെയ്തു. വണ്ടി അല്ലേ? ഗൈസ് പോകട്ടെ, സന്തോഷം കണ്ടു നിർത്തിയത്. പോവാണ് ഗൈസ്, നമ്മൾ പോവാണ്. നമുക്കേ പിന്നെ ഒരു 10 മണിക്ക് മുമ്പേ ഓടി എത്തണമെന്നേ, അതാണ് മെയിൻ സംഭവം. 10 മണി താമസിച്ച് കഴിഞ്ഞാൽ പരിപാടി പാളും അല്ലേ പിന്നെ. നമുക്കൊരു 9:30-8:30 ആകുമ്പോൾ ഓടിയെത്താം. നാളെ പിന്നെ ഒന്നാമത് പിന്നെ എനിക്ക് രാവിലെ സൺസൈഡ് കാണാം. അതല്ലടാ, സൺസൈഡ് അല്ല, സൺസെറ്റ്. പിന്നെ അതെ ഞാൻ പറയട്ടെ, നമ്മൾ നേരത്തെ വന്നാലും നമുക്ക് നല്ലൊരു ഹോട്ടല് അത്യാവശ്യം പൈസ കിട്ടില്ല. താമസിച്ചെന്നാ നമ്മൾ മടുത്തിട്ട് ഏതെങ്കിലും ഒരെണ്ണം എടുക്കും. ഒരു കാര്യം പറയട്ടെ, ശനിയാഴ്ച ഞായറാഴ്ച ഒന്നും കണ്ടേ, പോയി നോക്കിട്ട് എടുക്കാം. ശനിയാഴ്ച കിട്ടൂല, ശനിയാഴ്ച ഞായറാഴ്ച റേറ്റ് കൂടുതലായി പറയുന്ന പൈസക്ക് എടുക്കും. പറ്റൂല. ചേട്ടൻ ഏതാ വണ്ടി? ഏതാ വണ്ടിയില്ല, ഞാനിപ്പോ പമ്പിന്റെ മുന്നിലേക്ക് വാ, പെട്രോൾ പമ്പിന്റെ. മുന്നോട്ട് വരുമ്പോ ഏതാ പമ്പ്? ഏതാ? ഇതും ഒരു ഇന്ത്യൻ ഓയിലാണ്, അത് റൈറ്റ് സൈഡിലാണ്. ഇങ്ങോട്ട് വരുമ്പോ റൈറ്റ് സൈഡ്. ഓക്കെ താങ്ക് യു. ഗൈസ്, അതായത് ഇദ്ദേഹം കഴിഞ്ഞ ദിവസം പോലെ എന്നെ വിളിക്കുന്നത്, നമ്മുടെ പണ്ട് മുതലേ വീഡിയോ കാണുന്നത്. പുള്ളിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു. അപ്പം പുള്ളി പണ്ട് പോലെ ഇങ്ങനെ നമ്മുടെ വീഡിയോ കാണുന്നതും പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, നമ്മളെ പണ്ട് മുതൽ വീഡിയോ കണ്ട് നമ്മളോട് ഭയങ്കര ഇഷ്ടമുള്ളൊരു പുള്ളിയാണ്. അപ്പം പുള്ളീനെ ഒന്ന് കാണണം, എന്നിട്ട് വേണം പോകാൻ വേണ്ടി. ഇപ്പഴാ വന്നത്. ആ കാണുന്ന ഇന്ത്യൻ ഓയിലിന്റെ പമ്പില് ആണ്. അതെ അതെ അതെ, ചേട്ടൻ ഫ്ലാഷ് ഓൺ ആക്കി വെച്ചിട്ടുണ്ടെന്നാ പറഞ്ഞേ. ഞാൻ ചേട്ടനെ ഇങ്ങോട്ട് വിളിക്കാം. യെസ്, നമുക്ക് ആ ചേട്ടനെ ഇങ്ങോട്ട് വിളിക്കാം. പാവം നമ്മളെ കാണണം എന്ന് വിചാരിച്ചിരിക്കുവാന്നാ പറഞ്ഞത്. അപ്പോൾ പുള്ളിക്കാരൻ അത് ഫ്ലാഷ് അടിച്ച് പിന്നെ നമ്മളെ കാണിച്ചോണ്ടിരിക്കുക കേട്ടോ. ഞാൻ എന്താ പമ്പിലോട്ട് കയറ്റാൻ ഇവിടെ കൂടുതൽ ആക്സിഡന്റ് ആണ്. ഞാൻ പറഞ്ഞ പമ്പിലോട്ട് എന്ത് ചെയ്യാ? ഞാൻ നാട്ടിലെ ജോലി കുറെ നാളായ വീഡിയോ കാണുന്നു, എത്രയോ കാലമായിട്ട് തുടക്കം മുതലാണ് ഞങ്ങൾ. അതാ ഞാൻ പറഞ്ഞ 1 മിനിറ്റ്. നമസ്കാരം. ഞങ്ങളെ കൊച്ചൊക്കെ ഉണ്ട്, ഞങ്ങൾ പെട്ടെന്ന് പോവാ. ഒറ്റ സെക്കൻഡ് മതി. എവിടെ നിർത്തണ്ടേ? അങ്ങോട്ട് നിർത്താം. വണ്ടി ഇവിടെ ഭയങ്കര ആക്സിഡന്റ് ഉള്ള ഏരിയ ഇവിടെ. ഓക്കെ അവിടെ നിർത്താം. ഓ ഭയങ്കരം തിരക്കാട്ടോ പുള്ളി പറഞ്ഞ പോലെ. നോക്കിയെടുക്കാൻ വേണ്ടിയേ വളവും കൂടെ അല്ലേ, പിന്നെ വളവിലൊരു പമ്പ് ഇവിടെ പെട്ടെന്ന് ആർക്കും കത്തത്തില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടൊന്ന് ഒതുക്കാൻ പറഞ്ഞു. പെട്ടെന്ന് ഫോട്ടോ എടുക്കാൻ പറ്റത്തില്ല. പെട്ടെന്ന് വിടണേ, പെട്ടെന്ന് വിടണം, പെട്ടെന്ന്. ചേട്ടൻ പണി കളഞ്ഞ് ഓടി വന്നാ? പിന്നെ തീർച്ചയായിട്ടും പണി കളഞ്ഞിട്ടല്ലേ ഓടി വന്നത്. വളരെ സന്തോഷം. അപ്പൊ ഓക്കെ, ഞങ്ങൾ നീങ്ങിക്കോട്ടെ. പിന്നെ ഞങ്ങൾ നേരെ പോവാട്ടോ. ചേട്ടൻ വർഷങ്ങളായിട്ട് ഞങ്ങളുടെ വീഡിയോ കാണുന്ന ആളാണ്. അപ്പോൾ ഇതുപോലെ പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ ചേട്ടനോട് പറഞ്ഞു, ഇതുപോലെ നമ്പർ മേടിച്ചു, ഇന്ന സ്ഥലം ലൊക്കേഷനൊക്കെ പറഞ്ഞു. നമ്മളങ്ങനെ കണ്ടു. പൊക്കോട്ടെ. അപ്പോൾ ഇനി വീഡിയോ കാണാം. ഞാൻ തീർച്ചയായിട്ടും വീഡിയോ ചേട്ടൻ ഇത് കണ്ടതിന് ചേട്ടൻ വിളിക്കണം. തുടങ്ങിയെന്ന് പറഞ്ഞാൽ ചേട്ടനെ വിളിച്ചാൽ മതി ആ നമ്പറിൽ. ഫൈനലി ഞങ്ങൾ അങ്ങനെ ഒക്കെ കഴിഞ്ഞ് കുറച്ച് ഫ്രണ്ടിലേക്ക് എത്തി കേട്ടോ. ഇവിടെ നമുക്ക് ഈ ജംഗ്ഷനിൽ നിന്ന് അങ്ങോട്ടാണ് ഫുള്ള് ജംഗ്ഷൻ കളിയാണല്ലോ. അടൂർ ജംഗ്ഷൻ. അടൂർ ജംഗ്ഷനിൽ നമ്മൾ എത്തി കേട്ടോ. അല്ലേ? നമ്മൾ അടൂർ എത്തി കേട്ടോ. അടൂർ ജംഗ്ഷൻ കുറച്ച് ലേറ്റ് ആയിട്ട് 7 മണിക്ക് മുമ്പേ കഴിക്കാം. ഓ എടാ, ഒരു വൈദ്യന് ഇവനോട് പറഞ്ഞു 5 മണിക്ക് 7 മണിക്ക് ശേഷം നിങ്ങൾ കഴിക്കണമെന്ന്. രാത്രി നീ അതൊരു ഇതാക്കിയല്ലേ സജി? നല്ല കറക്റ്റ് സമയത്തിന്. അഭിരാമിയായിരുന്നു വണ്ടി ഓടിച്ചിരുന്നേ. അവളെ ഞാൻ ഇറക്കി. അഭിരാമിയുടെ ഡ്രൈവിംഗ് ഭയങ്കരമായിട്ട് തല ഇറങ്ങി, വിളി ചവിട്ടിയും കുത്തി. ഗൈസ് നോക്കൂ, നമുക്ക് 10:15 കാണിക്കുന്നത്. ഒരു 11 മണി 12 മണിയാവും നമ്മൾ കന്യാകുമാരിയിൽ എത്തുമ്പം. തിരുവനന്തപുരം കഴിയണം ഇനിയും 5 മണിക്കൂർ ഇനിയും വേണം കേട്ടോ. സമയം ഇപ്പൊ എത്രയാ? 5:20. നോക്കിയേ, എല്ലാം ശബരിമലയ്ക്ക് പോകുന്ന വണ്ടികളാട്ടോ. എല്ലാ വണ്ടിയും എന്തോര വണ്ടിയാന്നറിയോ വരുന്ന ചറ പൊറാന്ന്. അങ്ങനെ ഇരുട്ടാകാൻ പോവാ കേട്ടോ. 5:47 കുറേ നാള് കൂടി ഈ റൂട്ടിൽ കൂടി ഓടിക്കും. നമ്മൾ ഈ റൂട്ടിൽ കൂടി ആദ്യമായിട്ട് ഓടിക്കുന്നുണ്ടോ? നമ്മൾ ഇത്ര നാൾ മറ്റേ റൂട്ടിൽ കൂടി വന്നു, ഓർക്കുന്നുണ്ടോ? ഞാനും ആദ്യമായിട്ട് ഈ റൂട്ടിൽ കൂടി പോകും. നമ്മൾ മെയിൻ ഹൈവേ കൂടിയാണ് തിരുവനന്തപുരത്തിന് പൊക്കോണ്ടിരുന്നത്, ആലപ്പുഴ വഴി. ഇപ്പൊ ഏകദേശം കുറച്ച് കഴിയുമ്പോൾ ഇരുട്ടാവും. നമുക്കിന്ന് രാത്രി വരെ വണ്ടി ഓടിക്കണം കേട്ടോ. ഇച്ചിരി നേരത്തെ ഒന്ന് കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നാളെ സൺസെറ്റ് കാണാൻ പറ്റൂ. ഇനി നമുക്ക് 4.5 മണിക്കൂർ ഇനിയുണ്ട് യാത്ര. 4.5 മണിക്കൂറിന്റെ അല്ലടാ, ഇന്ന് നമുക്ക് നേരത്തെ തിരുവനന്തപുരം കന്യാകുമാരി എത്തിയാലേ
നാളെ രാവിലെ നമുക്ക് സൺസെറ്റ് കാണാൻ പറ്റുള്ളൂ. നാളെ വൈകിട്ട് സൺറൈസ് എന്നല്ലേ പറയുന്ന അഭിരാമി? സൺസെറ്റ് സൂര്യന് ഉദിക്കുന്ന സമയത്ത് ഉദയം അസ്തമയം നമുക്ക് മലയാളം തന്നെ മതി. ഇംഗ്ലീഷ് നമുക്ക് വേണ്ട. കൊട്ടാരക്കര കഴിഞ്ഞിട്ട് അധിക നേരം ആയില്ല കേട്ടോ. ഇപ്പം നമ്മൾ കൊട്ടാരക്കര കഴിഞ്ഞ് നേരെ ഫ്രണ്ടിലേക്ക് പോവാണ്. അപ്രോക്സിമേറ്റ് എൻ്റെ ഒരു ഉദ്ദേശം ശരിയാണെങ്കിൽ ഒരു അതായത് ഒരു ഏകദേശ സമയം ഒരു 10-20 ആകുമ്പോഴത്തേക്ക് നമുക്ക് എത്താൻ പറ്റും. 11:30 ആകുമ്പോഴത്തേക്ക് നമുക്ക് ഏതൊരു ഹോട്ടലെടുത്ത് കിടക്കണോടാ, എങ്കിലേ നാളെ ഈ പറഞ്ഞ പരിപാടിയൊക്കെ നടക്കുകയുള്ളൂ. അവിടെ എത്ര ദിവസം ഉണ്ട് ഇനി? നമുക്ക് ഒരു ദിവസം നാളെ ഒരു ദിവസം നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ അവിടെ തന്നെ കിടന്നുറങ്ങിയിട്ട് പിറ്റേ ദിവസം രാവിലെ നമ്മൾ തിരിക്കുന്നു. കൊല്ലം ഏകദേശം നമ്മുടെ നാട് പോലെ തന്നെയാണ്. ഇത് ഫുള്ള് റബ്ബർ, നമ്മുടെ വീട് അതേപോലെ തന്നെ റബ്ബർ എല്ലാം. റബ്ബർ, തെങ്ങ്, പിന്നെ അതുപോലെ തന്നെ കവുങ്ങ്, കപ്പിലാവുണ്ട്. ഇവിടെ കപ്പിലാവുണ്ട് ഇഷ്ടം പോലെ. കശുവണ്ടി കിട്ടുന്ന അടയ്ക്കാമരമുണ്ട്. ഏകദേശം നമ്മുടെ നാടിന്റെ അതേ ഫീലിംഗ് കേട്ടോ കൊല്ലം. ആ മേളിൽ കാണുന്ന പാറയിൽ കാണുന്നതാണ് ജഡായിപ്പാറ എന്നുള്ളതാട്ടോ എൻ്റെ വിശ്വാസം. ഒന്ന് മാപ്പിൽ നോക്കിയാ അഭിരാമി, അങ്ങ് ആ മേളിൽ കാണുന്ന അതാട്ടോ ജഡായിപ്പാറ. ഞാൻ മേളിൽ നിന്ന് വരാൻ നേരത്ത് കണ്ടായിരുന്നു, പക്ഷെ ഇപ്പം അടുത്ത് വന്നു നല്ല ശരിക്കും കണ്ടു കേട്ടോ. എന്തായാലും നമുക്ക് നേരെ ഫ്രണ്ടിലേക്ക് പോവാം. നമ്മുടെ ലക്ഷ്യം കന്യാകുമാരി ആണല്ലോ. നോക്കുന്നുണ്ടോ രാത്രി കൂളിംഗ് ഗ്ലാസ് വെച്ചിരിക്കുന്ന ലിപിൻ, അത് ഊരാൻ വേണ്ടി നിൽക്കുന്ന മൈക്കിൾ. എന്താ സംഭവം അറിയാം? ഈ കൂളിംഗ് ഗ്ലാസ് കാരണം അവിടെ നിന്ന് വരുന്ന ലൈറ്റ് കണ്ണിലടിക്കൂല. ഫൈനലി ഞങ്ങൾ കന്യാകുമാരി എത്തി. റൂം കിട്ടി ഭാഗ്യത്തിന് റൂം കിട്ടി. എവിടെ റൂമില്ലാന്ന് നമ്മള് 1.5-2 കൊല്ലം മുന്നേ വരാന്ന് വിചാരിച്ചത്. 2.5 കൊല്ലം. അതെ അല്ലേ? ഒന്ന് നോക്കിയോ കേട്ടോ, നോക്കിയോ. ലോക്കായി നോക്കിയോ അഭിരാമി? അടി അഭിരാമി ലോക്കായി നോക്കി. ഫൈനലി നമ്മൾ റൂം എടുത്തു. 2500 രൂപയ്ക്ക് നല്ല കിടിലൻ റൂം എന്ന് വെച്ചാൽ നല്ല കിടിലൻ റൂം, ഫുൾ സെറ്റപ്പിലുള്ളൊരു പ്രീമിയം റൂം. നാളെ ഞാൻ റൂം സെറ്റപ്പായിട്ട് കാണി. പുതിയ ഹോട്ടലാണ്. എനിക്ക് വന്ന ട്രയൽ റണ്ണിനെങ്ങാനും കൊടുത്താന്ന് തോന്നുന്നു. അല്ലാതെ ഇതിങ്ങനെ വരാൻ ഒരു വകുപ്പില്ല. എത്ര പേർക്ക് കിടക്കാം? 5 പേർക്ക് കിടക്കാം. 2500 രൂപയ്ക്ക് ഇത്രയും വലിയ റൂം കിട്ടും. അതെ, 5 പേർക്ക് നല്ല സെറ്റപ്പായിട്ട് കിടക്കാൻ പറ്റിയ കിടിലൻ റൂം കേട്ടോ. മൈക്കിൾ ഇതാ ഉറങ്ങി. ഗൈസ് അപ്പം നാളെ കിടിലൻ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.